ഈ മുനിസിപ്പാലിറ്റിയിലൊക്കെ വ്യാപാരികളുടെ കൂട്ടായ്മയൊക്കെ മത്സരരംഗത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം പലയിടങ്ങളിലും ഇത്തരത്തിൽ വെല്ലുവിളികൾ ഉയർത്തുന്ന അല്ലെങ്കിൽ വോട്ട് പിടിക്കാവുന്ന രീതിയിൽ മത്സരങ്ങൾ സ്ഥാനാർത്ഥികളൊക്കെ വരികയാണ്. അട്ടപ്പാടിയിൽ ഇതാ ആദിവാസി ഉന്നതികളിൽ നിന്ന് മറ്റൊരു മത്സര ചിത്രം അറിയാൻ കഴിയുന്നു. എന്താണ് ആ വാർത്തകളുടെയൊക്കെ വിശദാംശങ്ങൾ? വിനീത, ഇനി ഏതായാലും ഈ നോമിനേഷൻ ഫയൽ ചെയ്യാനുള്ള സമയം അത് അവസാനിക്കാൻ ഇനി വെറും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഏകദേശം 3 മണിയോട് കൂടിയാണ് ഈ പ്രക്രിയ അവസാനിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പാലക്കാട് എന്തായാലും ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വാശിയേറിയ പോരാട്ടങ്ങൾ കൊണ്ട് പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് ശക്തമായിട്ടുള്ള ഈ പോരാട്ടം നടക്കുകയും ചെയ്യുന്നത്. ഇതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് നിലവിൽ വരുന്ന വാർത്തകൾ പ്രകാരം കോൺഗ്രസ് ഇത്തവണ ഈ മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. പക്ഷേ അവർക്ക് വിമതർ വലിയ രീതിയിൽ ശല്യം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ വ്യാപാരികളുടെ കൂട്ടായ്മയായിട്ടുള്ള താങ്ങും തണലിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ 2ഓളം വാർഡുകളിൽ അവർ മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരായാണ് പോരാട്ടം എന്നുള്ളതാണ് അവരുടെ നേതാക്കൾ പറയുകയും ചെയ്തത്. 38-ാം വാർഡിൽ സഫിയ മൻസൂറും അതുപോലെ തന്നെ 48-ാം വാർഡിൽ അബ്ദുൾ റഷീദുമാണ് ഇപ്പോൾ ഏതായാലും താങ്ങും തണലിന്റെയും സ്ഥാനാർത്ഥികളായി UDF-നെതിരെ മത്സരരംഗത്തേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ 4ഓളം വാർഡുകളിൽ UDF-ന് വലിയ രീതിയിൽ വിമതരുടെ ശല്യമുണ്ട്. മറ്റേത് BJP വലിയ രീതിയിൽ ഇത്തവണ പാലക്കാട് ഹാട്രിക് ഭരണം നേടാമെന്നുള്ള ഒരു ഉറപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ലക്ഷ്യം വെച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവർക്ക് ഉള്ളിലെ വലിയ രീതിയിലുള്ള കലഹങ്ങൾ BJPക്ക് വലിയ രീതിയിൽ തലവേദന ഉണ്ടാക്കുന്നുണ്ട്. CPM ഇത്തരത്തിൽ അവർക്ക് നിലവിലുള്ള കക്ഷിനില കൂടുതൽ സീറ്റുകൾ നേടി ആ കക്ഷിനിലയിൽ വലിയ രീതിയിൽ വർധന ഉണ്ടാക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് പാലക്കാട് നഗരസഭയിൽ ഇറങ്ങുന്നത്. പാലക്കാട് മറ്റിടങ്ങളിലും വലിയ രീതിയിൽ CPM-ന്റെ അകത്ത് വലിയ രീതിയിൽ കലഹങ്ങളുണ്ട്. പ്രത്യേകിച്ചും മണ്ണാർക്കാട് PK ശശിയെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവിടെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലും പരിസര പഞ്ചായത്തുകളിലും അവിടെ തെരഞ്ഞെടുപ്പിന് LDF-നെതിരായിട്ട് ഇറങ്ങുന്നുണ്ട്. കിഴക്കഞ്ചേരിയിലും വടക്കഞ്ചേരിയിലും CPM-ന്റെ വിമതർ മത്സര രംഗത്തുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പാലക്കാട് ഇത്തവണയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം പാലക്കാട് ഉണ്ടാകുമെന്നുള്ളതാണ് വിനീത മനസ്സിലാക്കുന്നത്. ശരി, ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. വെറും 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിക്കുകയാണ്. മത്സര ചിത്രം ഇതാ തെളിയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ എവിടെയൊക്കെ വെല്ലുവിളി ഉയർത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.